പുറത്തൂരിലെ കോഴിഗ്രാമം തട്ടിപ്പ് റവന്യൂ അദാലത്തിന് എത്തിയ തഹസിൽദാരെയും ബാങ്ക് ജീവനക്കാരെയും CPIM നേതാക്കളുടെ നേതൃത്വത്തിൽ തിരിച്ചയച്ചു. കഴിഞ്ഞ 2015 അന്നത്തെ CDS ചെയർപേഴ്സൺ പുതുപ്പള്ളി സ്വദേശി അമ്പാട്ട് ശബരി എന്നിവരുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന BISS എന്ന കമ്പനിയുടെ നേതൃത്വത്തിൽ പുറത്തൂരിലെ 150ഓളം വരുന്ന സ്ത്രീകളുടെ പേരിൽ MDC ബാങ്കിൻ്റെ ആലത്തിയൂർ ശാഖയിൽ നിന്ന് ലോണെടുത്ത് കോഴിയും കൂടും പദ്ധതി നടപ്പിലാക്കിയത്. ലോണെടുത്ത ആളുകളിൽ നിന്ന് സംഘം പണം പിരിക്കുകയും ബാങ്കിൽ അടക്കാതിരിക്കുകയും നിരവധി പേരുടെ പേരിൽ വ്യാജരേഖകൾ ഉണ്ടാക്കി ലോൺ എടുക്കുകയും ചെയ്തിരുന്നു. പത്താളിൽ നിന്ന് 6 ആളെടുത്തിട്ടുണ്ട്, 4 ആളെടുത്തിട്ടില്ല. അപ്പൊ ഇപ്പൊ അവര് പറഞ്ഞ് 10 ആളും കാശ് അടയ്ക്കണമെന്നാണ്. അപ്പൊ ഞങ്ങൾ എങ്ങനെ അടയ്ക്കെടുക്കാത്തവര് അതൊന്ന് തീരുമാനിച്ചെടുത്താൻ പറഞ്ഞപ്പോ അവര് പുറത്ത് പോയിട്ട് 10 ആളും കൂടി അന്വേഷിച്ചിട്ട് വിവരം കൊടുക്കാൻ ചർച്ച പുറത്ത് പോയിട്ട് നമ്മള് 10 ആളും കൂടി അന്വേഷിച്ചിട്ട് നമ്മൾ തീരുമാനിച്ചിട്ട് അവിടെ ചെന്ന് പറയാന്. പലരും തങ്ങളുടെ പേരിൽ ലോൺ ഉള്ള വിവരം റവന്യൂ റിക്കവറി നോട്ടീസ് വരുന്ന സമയത്താണ് അറിയുന്നത്. 2015 നടന്നത് വലിയ തട്ടിപ്പാണെന്ന് മനസ്സിലാക്കിയ പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് ലോൺ എടുത്തവരുടെ യോഗം വിളിച്ചു ചേർക്കുകയും മുഖ്യമന്ത്രിക്കും ജില്ലാ പോലീസ് മേധാവിക്കും ഉൾപ്പെടെ പരാതി നൽകുകയും ചെയ്തിരുന്നു. ഇതിനിടയിലാണ് ബാങ്ക് അധികൃതർ വീണ്ടും റവന്യൂ റിക്കവറി നടപടിയും അദാലത്തുമായും കടന്നുവരുന്നത്. ഇത് ശ്രദ്ധയിൽപ്പെട്ട CPIM ഈസ്റ്റ് വെസ്റ്റ് ലോക്കൽ സെക്രട്ടറിമാരായ K ജനാർദ്ദനൻ, PP സദാനന്ദൻ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ K ഉമ്മർ, KT പ്രശാന്ത്, സന്ദീപ് പുള്ളിച്ചാലിൽ എന്നിവരുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുകയും അദാലത്ത് തൽക്കാലത്തേക്ക് നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെടുകയും ആയി. പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വെച്ച് അന്നത്തെ CDS ചെയർപേഴ്സന്റെ സാന്നിധ്യത്തിൽ കോഴിഗ്രാമം എന്ന ഒരു പദ്ധതിയുടെ മറവിൽ തിരുവനന്തപുരം ആസ്ഥാനമായിട്ടുള്ള BSS ഭാരത് സേവക് സമാജ് എന്ന NGOസിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഒരു കോഴിഗ്രാമം തട്ടിപ്പ്, അതിൻ്റെ ഭാഗമായി കുറേയേറെ പാവപ്പെട്ട സ്ത്രീകളെ വിളിച്ചു ചേർത്ത് നടത്തിയിട്ടുള്ള ഒരു പദ്ധതി ഈ സംബന്ധിച്ചുള്ള യോഗത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളും അതിൽ ആ പദ്ധതിയുടെ ഭാഗമായിട്ട് വലിയ കടക്കണിയിൽ അകപ്പെടുന്ന രീതിയിലേക്ക് അവരെ കൊണ്ടുപോവുകയായിരുന്നു. ജില്ലാ ബാങ്കിൻ്റെ ആലത്തൂർ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടു കൂടി BSSൻ്റെ പ്രതിനിധികൾ നടത്തിയിട്ടുള്ള ഈ വലിയ ലക്ഷക്കണക്കിന് രൂപയുടെ തട്ടിപ്പിൽ പാവപ്പെട്ട സ്ത്രീകളെ വ്യാമോഹിപ്പിച്ച് കോഴിഗ്രാമം എന്നൊരു പദ്ധതിയുടെ ഭാഗമാക്കി അവരെ മാറ്റി അവരുടെ പേരിൽ നടത്തിയിട്ടുള്ള ഈ തട്ടിപ്പിൻ്റെ ഭാഗമായി വലിയ സാമ്പത്തിക ബാധ്യത വരികയും അതിന്ന് അവർക്ക് RR നടപടികളിലേക്ക്, ജപ്തി നടപടിയിലേക്ക് കടക്കുന്ന അവസ്ഥ സംജാതമായിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് പുറത്തൂർ വില്ലേജിൽ വെച്ച് നടന്നിട്ടുള്ള ബാങ്ക് പ്രതിനിധികളുടെയും റവന്യൂ അധികാരികളുടെയും ആഭിമുഖ്യത്തിൽ നടത്തിയുള്ള അദാലത്തിൽ തട്ടിപ്പിനിരയായിട്ടുള്ള സാമ്പത്തിക ബാധ്യത വന്നിട്ടുള്ള സ്ത്രീകളാകെ പങ്കെടുത്തു. അവരുടെ പ്രതിഷേധം അറിയിച്ചു. ഈ കോഴിഗ്രാമം പദ്ധതിയുടെ ആനുകൂല്യം പറ്റാത്ത ആളുകൾക്ക് വരെ ബാങ്ക് വായ്പയുടെ ബാധ്യത വരുന്ന സാഹചര്യം ഉണ്ടായത് കൃത്യമായി അവിടെ പങ്കെടുത്തുകൊണ്ട് CPIMൻ്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരും ബന്ധപ്പെട്ട പൊതുപ്രവർത്തകരും ചോദ്യം ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പദ്ധതിക്ക് ഇതിൽ ഇരയായിട്ടുള്ള ആളുകൾക്ക് നീതി ലഭിക്കണം എന്ന ആവശ്യം ഉന്നയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തഹസിൽദാരും ജില്ലാ ബാങ്കിൻ്റെ പ്രതിനിധികളും ഇക്കാര്യം പരിശോധിച്ച് ആവശ്യമായ ഉചിതമായ തീരുമാനമെടുക്കാമെന്ന ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ അദാലത്ത് നിർത്തിവെക്കുകയാണ് ഉണ്ടായത്. എന്തായാലും ഈ ഉൾപ്പെട്ട പാവപ്പെട്ട സ്ത്രീകൾക്ക് നീതി ലഭിക്കുന്നത് വരെയുള്ള നിയമപരമായ പോരാട്ടം CPIM നേതൃത്വത്തിൽ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും എന്ന കാര്യം കൂടി അറിയിക്കുകയാണ്. ഇത് ബന്ധപ്പെട്ട അധികാരികളെയും ബാങ്കിൻ്റെ പ്രതിനിധികളെയും അറിയിച്ചിട്ടുണ്ട്. ഈ തട്ടിപ്പിന്റെ വ്യാപ്തിയും ഗൗരവവും ആദ്യമായി പുറത്തു കൊണ്ടുവന്നത് നിളാവിഷനായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടതിനെ തുടർന്ന് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം നടന്നുവരുന്നതിനിടെയാണ് അദാലത്തും റിക്കവറി നടപടികളും നടക്കുന്നത്. നിളാവിഷൻ, പുറത്തൂർ.